ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ BJPയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ഉണ്ട്. ഇന്ന് ഈ CSDSന്റെ വ്യക്തിയുടെ ട്വീറ്റൊക്കെ വലിയ തോതിൽ BJPയുടെ IT സെല്ലാണ് പ്രചരിപ്പിക്കുന്നതും മറ്റുമൊക്കെ. പക്ഷെ രാഹുൽ ഗാന്ധി, ഞാൻ നേരത്തെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു, അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഉന്നയിച്ച വിഷയം അത് കോൺസ്റ്റിറ്റ്യൂഷൻ അപകടത്തിലാണ് എന്നുള്ളതായിരുന്നു. സംവരണമടക്കം പ്രതിസന്ധിയിലാകും, ഒരുപക്ഷെ നമ്മുടെ ഭരണഘടന തിരുത്തി എഴുതാൻ സാധ്യതയുണ്ട് തുടങ്ങിയ വാദങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അത് ഹിന്ദി ബെൽറ്റിൽ, പ്രത്യേകിച്ച് അത് ഉത്തർപ്രദേശിൽ, അതുപോലെ തന്നെ രാജസ്ഥാൻ അടക്കമുള്ള ഇടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിലും ദളിത് വിഭാഗങ്ങൾക്കിടയിലും ഒരു ചലനം ഉണ്ടാക്കി എന്നുള്ളത് നമ്മുടെ സമീപകാല രാഷ്ട്രീയ ചരിത്രമാണ്. സമാനമായ വിധത്തിലൊരു മൊബിലൈസേഷന് ഈ വിഷയം കാരണമാവുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ആ സംവിധാൻ പോലെയുള്ള ഒരു വിഷയമായി വോട്ട് വരുന്നുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? ഇത് രണ്ടും സമാനമായ സംഭവങ്ങൾ തന്നെയാണ്, സമാനമായ പ്രവണതകൾ തന്നെയാണ്. സംവിധാൻ അല്ലെങ്കിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതാ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ, മാർജിനലൈസ്ഡ് വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങൾ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഹരിക്കപ്പെടും എന്ന ഒരു നറേറ്റീവ് കൊടുത്തു. അതിൻ്റെ കൂടെ പ്രയോജനമാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ച 240ഓളം സീറ്റുകളുടെ ഒരു റിസൾട്ട്. തീർച്ചയായും സമാനമായ അതുണ്ടാക്കിയ ഒരു ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി വാസ് ഓൾ ടൈം ഹൈ. അതായത് ഇന്ത്യ മുന്നണി പൊളിറ്റിക്കലി പീക്ക് ചെയ്തതും എല്ലാ വൈജാത്യങ്ങളും പടലപിണക്കങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഈ ഇടത്തടിച്ചു നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളും മമതാ ബാനർജിയും എല്ലാം കൂടി ഒത്തൊരുമയോടുകൂടി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്തത്. അതിനുശേഷം 4 പാടും ചിതറുന്ന ഇന്ത്യ മുന്നണിയെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ആ വൈരുദ്ധ്യങ്ങൾ പുറത്തു വരികയാണ്. ഒരിക്കൽ കൂടി തങ്ങളുടെ എല്ലാം ആം ആദ്മി പാർട്ടിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും DMKയുടെയും എല്ലാം തന്നെ അസ്തിത്വം ചോദ്യം ചെയ്യത്തക്ക രീതിയിൽ തെരഞ്ഞെടുപ്പ് ക്രമം അട്ടിമറിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ഈ പാർട്ടികൾക്കെല്ലാം ഉണ്ടായി. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ്. വോട്ട് അധികാർ യാത്രയിൽ ലഭിക്കുന്ന ജനപങ്കാളിത്തം അവിടെ അത് ബീഹാറിലാണ് തുടങ്ങിയത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനെ ഒരു സ്നോബോളിംഗ് ഇഫക്റ്റായി കണ്ടുകൊണ്ട് ഒരു പാൻ ഇന്ത്യ ലെവലിൽ ഒരു റെസിസ്റ്റൻസ്, പക്ഷെ ഉടനെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ വരുന്നില്ല എന്നോർക്കണം. സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുപ്പ് വരും. ബീഹാർ ഒരു ടെസ്റ്റ് ഡോസ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നൊരു കാര്യമാണ്. ഇവിടെയാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ഒരു ലാർജർ പിക്ചർ. ഈ ലാർജർ പിക്ചറിനെ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് ചെറിയ CSDSന്റെ 2 മണ്ഡലങ്ങളുടെ റിപ്പോർട്ട്, അല്ലെങ്കിൽ അതിൽ തെറ്റിപ്പോയി എന്ന് പറയുന്നത് എത്രത്തോളം ടെനബിൾ ആണെന്നറിയില്ല. അതുപോലെ രാഹുൽ ഗാന്ധി ഒരു മണ്ഡലത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അത് ഞങ്ങളുടെ സാമ്പിളാണ്, ബാംഗ്ലൂർ സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസി, അതിനുള്ളിലെ ഒരു നിയമസഭാ സെഗ്മെന്റായ മഹാദേവപുരം, ഇതെടുത്തിട്ട് ഒരു ഇൻഡക്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് ഇവിടെ ഇതാകെ പിഴച്ചിരിക്കുന്നു, അതുകൊണ്ട് രാജ്യമാസകലം തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു മെത്തേഡിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഭരണപ്രതിപക്ഷ ഭേദമന്യേ സംവിധാൻ അല്ലെങ്കിൽ ഘടനകൾ, ക്രമങ്ങൾ തകരാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാഹുൽ ഗാന്ധി ഗയയിലെ ഒരു പ്രസ്താവന വളരെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഭരണകക്ഷി ഇത് ചെയ്യുന്നു, നാളെ ഒരുപക്ഷെ ഞങ്ങൾ അധികാരത്തിൽ വന്നേക്കാം, നാളെ ഇതിനെല്ലാം തന്നെ കണക്ക് പറയേണ്ടി വരും. ഇതൊരു തരം വെൻഡേറ്റ ആണ്, പൊളിറ്റിക്കൽ വെൻഡേറ്റ. പകപോക്കൽ എന്ന കൃത്യമായ അർത്ഥത്തിലല്ല, എന്നിരുന്നാലും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് പറയുമ്പോൾ ഒരു തരം താക്കീതാണ്, ഒരു തരം ത്രട്ടണിംഗ് ആണ്. ഇതും ഒരുപക്ഷെ ജനാധിപത്യത്തിന് അത്ര അഭിലഷണീയമായ കാര്യമല്ല, ഉദാത്തമായ മാതൃക. അതായത് ഈ വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ വിത്തുകൾ വിതച്ച് അത് കൊയ്യാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എങ്കിൽ തീർച്ചയായും മറ്റൊരു മുഖം കാട്ടിക്കൊടുക്കുക, അത് നിയമത്തിന്റെ മുമ്പിൽ, നിയമപീഠത്തിന്റെ മുന്നിൽ വരിക, സുപ്രീം കോടതിയെ വിശ്വസിക്കുക. കാരണം ഒരു സംവിധാനം എന്ന ഭരണഘടന മാത്രമല്ല, ഒരു സ്ട്രക്ചർ നിലനിൽക്കണമെങ്കിൽ ആത്യന്തികമായ നീതിപീഠത്തിലും നിയമവാഴ്ചയിലും വിശ്വാസം അർപ്പിച്ചെങ്കിലേ പറ്റൂ. ജുഡീഷ്യറി കൂടി കോംപ്രമൈസ്ഡ് ആയി, പ്രത്യേകിച്ച് സുപ്രീം കോടതി കോംപ്രമൈസ്ഡ് ആയി എന്ന് വിശ്വസിച്ചാൽ ഈ സ്ട്രക്ചർ പൂർണ്ണമായും തകരും, രാജ്യം തകരും. അതുകൊണ്ട് ആ രീതിയിലേക്കുള്ള അവിശ്വാസം പ്രതിപക്ഷം ഉപേക്ഷിച്ചതിന് ശേഷം കോടതിയിൽ പരമാവധി കാര്യങ്ങൾ കോടതിയിൽ എത്തിക്കുകയും അതേസമയം സമാന്തരമായി ഇപ്പോൾ ചെയ്യുന്നത് പോലെ ജനകീയ കോടതിയിലേക്ക് വിഷയം എത്തിക്കുകയും ചെയ്യുന്ന ഒരു ട്വിൻ ട്രാക്ക് പോളിസി ആയിരിക്കാം ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് അഭികാമ്യം. ആ ശബ്ദങ്ങൾ കേട്ടില്ല എന്ന് നടിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ആകട്ടെ, BJP ആകട്ടെ, അഭികാമ്യമായ ഒരു കാര്യമല്ല ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്തായാലും വലിയ രാഷ്ട്രീയ ചലനങ്ങൾ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബീഹാർ അതിന്റെ വേദിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.